അങ്ങനെ ഇന്ത്യ വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ കോച്ച് ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിനെ കപ്പ് നേടിക്കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗംഭീറിന്റെ കോച്ചിങ് അത്രയ്ക്കും മികച്ചതാണ്. സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തിയത് തന്നെ ഗംഭീർ ഉള്ളത് കൊണ്ടാണ്. സഞ്ജുവിന്റെ കളി മികവ് എത്രത്തോളം ഉണ്ടെന്ന് ഗംഭീറിന് കൃത്യമായിട്ട് അറിയാം. ഇന്നത്തെ മത്സരത്തിലും സഞ്ജു അടിച്ചു കളിച്ചു. 89 റൺസാണ് സഞ്ജു ഒറ്റയ്ക്ക് നിന്ന് അടിച്ചു കൂട്ടിയത്. ഇന്ന് ഇന്ത്യ കളി ജയിച്ച ശേഷം കോച്ച് ഗൗതം ഗംഭീർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജു വീണ്ടും എന്നെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതുപോലത്തെ ഒരു താരം ടീമിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്രാവശ്യം ഇന്ത്യ വേൾഡ് കപ്പ് സ്വന്തമാക്കും. സഞ്ജുവിനെ നേരത്തെ തന്നെ ഇറക്കേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ടീമിന് ഇത്ര സമ്മർദ്ദം വരില്ലായിരുന്നു. സഞ്ജു ഇനി ഒരു കാലത്തും ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താകില്ല. സഞ്ജു തന്നെയാണ് എപ്പോഴും ഇനി ഇന്ത്യയുടെ ഓപ്പണർ. ഇതുപോലത്തെ ഒരു താരത്തെ ആരും തന്നെ ഒഴിവാക്കില്ല. 2 മാച്ചിലും അടുപ്പിച്ച് ഫോമാകാൻ ഈസിയല്ല, അതും T20 പോലെ ഒരു മാച്ചിൽ. സഞ്ജുവിന് മികച്ച കഴിവുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യൻ ടീം ഇന്ന് കളി ജയിച്ചത്. ഇന്ത്യക്ക് മികച്ച സ്കോർ കിട്ടാൻ കാരണം സഞ്ജു ആണ്. സഞ്ജു തന്ന ആ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് ഇന്ത്യൻ ടീമിനെ കൂടുതൽ റൺസ് നേടാൻ സഹായിച്ചത്. ഫൈനലിലും സഞ്ജു ഇതുപോലെ കളിച്ചാൽ ഉറപ്പായിട്ടും ഇന്ത്യ വേൾഡ് കപ്പ് സ്വന്തമാക്കും. സഞ്ജുവിനെ എല്ലാവിധ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് ഗൗതം ഗംഭീർ വ്യക്തമാക്കി. ഗംഭീർ പോലും ഞെട്ടിയിരിക്കുകയാണ്. അതുപോലത്തെ ബാറ്റിംഗ് ആണ് സഞ്ജു ഇന്നും പുറത്തെടുത്തത്. സഞ്ജുവിന്റെ ബാറ്റിംഗ് ശൈലി വ്യത്യസ്തമാണ്. സഞ്ജുവിന്റെ ഓരോ സിക്സും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. സഞ്ജു എപ്പോഴും ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് സഞ്ജുവിനെ സെഞ്ചുറി ഈസി ആയിട്ട് നേടാമായിരുന്നു. എന്നാൽ സഞ്ജു സ്ലോ ബാറ്റിംഗ് കാഴ്ചവെക്കാതെ 6 അടിച്ച് വേഗം കളി തീർക്കാനാണ് നോക്കിയത്. മാക്സിമം ഇന്ത്യൻ ടീമിന് റൺസ് നേടണം, അതിനുവേണ്ടി ആക്രമിച്ച് കളിച്ചു. അതുകൊണ്ടാണ് സഞ്ജു ഇന്ന് ഔട്ടായത്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും സെഞ്ചുറി നേടാമായിരുന്നു. എന്തായാലും അടുപ്പിച്ച് 2 കളി സഞ്ജു 50 അടിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് സഞ്ജുവിന്റെ കാലമാണ് വരാനിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.